ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വാചകങ്ങൾ വലദത്തുക ഉമ്മൂക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എന്താ പറഞ്ഞത്? വലദത്തുക ഉമ്മൂക യബ്ന ആദമ ബാക്കിയാ. മനുഷ്യ, നീ നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നീ ജനിച്ചു വീഴുമ്പോ, നീ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞായി ജനിച്ചു വീഴുന്ന സമയത്ത് വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, നിന്റെ ചുറ്റിലും നിന്റെ കൂട്ടുകാരും നിന്റെ കുടുംബക്കാരും നിന്റെ ബന്ധുക്കളുമൊക്കെ എല്ലാവരും നിന്റെ ചുറ്റിലും നിന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുകയായിരുന്നു. അന്നു നീ കരയുകയാണ്, അന്നു നീ വിതുമ്പുകയാണ്. പക്ഷേ നിന്റെ കുടുംബങ്ങളൊക്കെ നിന്റെ ചുറ്റിലും നിന്ന് നിന്റെ മുഖത്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പങ്കിട്ടും നിന്റെ ജനനത്തെയോർത്ത് സന്തോഷിച്ചും ജീവിക്കുകയാണെന്നവർ. പക്ഷേ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എന്നാൽ നീ ജനിച്ചപ്പോൾ ചിരിച്ചവർ, നീ ജനിച്ചപ്പോൾ നിന്റെ മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പങ്കിട്ടവരില്ലേ, അവരതാ നിന്റെ മരണത്തിൻ്റെ എന്ന് അവർ വിതുമ്പുകയാണ്, അവർ കരയുകയാണ്, അവർ അഭിപ്രായങ്ങൾ അന്നും പറയുന്നുണ്ട് നിന്നെ സംബന്ധിച്ച്. നല്ലതും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ പങ്കിടുന്നു എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എല്ലാവരും കരയുന്നൊരു ദിവസമായ ആ ദിവസത്തെ കാണുന്നുവെങ്കിൽ അന്ന് ചലനമറ്റവരായി കിടത്തിയ കട്ടിലിൽ കിടന്ന് അതേ ചലനമറ്റവരായി കിടക്കുന്നൊരു ജഡമായി നമ്മൾ മാറുന്നൊരു ദിവസമില്ലേ? ഇല്ലേ പ്രിയമുള്ളവരെ? ശരീരത്തിൻ്റെ മൂക്കിലൂടെ ബ്ലഡിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുന്നുവെങ്കിൽ മൂക്കിലേക്കൊരു പഞ്ഞി വെച്ച് തരുന്നു. കാതിൽ നിന്ന് ബ്ലഡ് ഒഴുകി വരുന്നുവെങ്കിൽ ആ കാതിലേക്കൊരു ചെവിയിലേക്കൊരു പഞ്ഞി വെച്ച് തിരികെ തരുന്നു. നമ്മുടെ കാലുകൾ അകന്നു പോകാതിരിക്കാൻ കൂട്ടിക്കെട്ടുന്നു, താടിയല്ലുകൾ കൂട്ടിക്കെട്ടുന്നു. താടിയല്ലുകൾ അകന്നു പോകാതിരിക്കാൻ വേണ്ടി ആ താടിയല്ലുകൾ കൂട്ടിക്കെട്ടി നമ്മുടെ ശരീരത്തൊരു പുതപ്പിട്ട് മൂടിക്കിടത്തിയ ഒരു വെള്ള വസ്ത്രം കൊണ്ട് മൂടിക്കിടത്തുന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, സഹോദരങ്ങൾ, അന്ന് കരയാൻ നമ്മുടെ കുടുംബങ്ങളുണ്ട്, അന്ന് കരയാൻ നമ്മുടെ അയൽവാസികളുണ്ട്, അന്ന് അഭിപ്രായങ്ങൾ പറയാൻ നമ്മുടെ കൂട്ടുകാരുണ്ട്. എല്ലാവരും വിതുമ്പുന്ന മനസ്സോടെ വരും, എല്ലാവരും വിതുമ്പുന്ന മനസ്സോടെ വരും. ഉമ്മാന്റെ മയ്യത്തിൻ്റെ ചാരത്ത്, ഉമ്മാന്റെ മയ്യത്തിൻ്റെ ചാരത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, വാപ്പാന്റെ മയ്യത്തിൻ്റെ അടുത്ത് മക്കൾ വരുന്നൊരു ദിവസം ഉപ്പാന്റെ മയ്യത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് കിടന്നിട്ട് മക്കൾ പറയാണ്, യാ റബ്ബേ, എൻ്റെ വാപ്പ യാത്രയായല്ലോ നാഥാ, എനിക്കിനി നല്ല വസ്ത്രം വാങ്ങിത്തരാൻ ആരാണുള്ളത്? എനിക്കിനി നല്ല ബാഗ് വാങ്ങിത്തരാൻ ആരാണുള്ളത്? എൻ്റെ പിതാവ് എന്നിൽ നിന്ന് വിട പറഞ്ഞല്ലോ റബ്ബേ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വേദനകളോടെ കരയുന്ന മക്കളുണ്ടാവാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് നിന്ന് വിട പറയുന്ന ഭർത്താവിൻ്റെ വിടവാങ്ങലിനെയോർത്ത് വിതുമ്പിക്കരയുന്ന ഭാര്യയുണ്ട്. തട്ടത്തിൻ്റെ തലഭാഗം വായിലേക്ക് കടിച്ചമർത്തി വിതുമ്പിക്കരയുന്ന ഉമ്മയുണ്ട്. ഇങ്ങനെ കരയുന്ന മാതാപിതാക്കൾ, കരയുന്ന മക്കൾ, കരയുന്ന ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഭാര്യയുടെ ജനാസ തൻ്റെ കൂട്ടുകാർ ചുമലിലേറ്റി 6 കാലുള്ള വാഹനത്തിൽ ചുമന്നുകൊണ്ട് ആടി ഉലയുന്ന കട്ടിലിൽ ഇങ്ങനെ യാത്ര പോകുന്ന നേരത്ത് കരയുന്ന ഭർത്താവ് ആരുമറിയാതൊരു ചുമരിൻ്റെ മൂലയിൽ മാറി നിന്ന് വിതുമ്പി കരയുന്ന കണ്ണുനീരില്ലേ? ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനില്ലേ സഹോദരങ്ങളെ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബഖീഇലേക്ക് കയറി ചെന്നു. ബഖീഉൽ ഗർഖദിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ ഖബർസ്ഥാനാണ് ബഖീഉൽ ഗർഖദ്. ബഖീഇലേക്ക് കയറി ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സിയാറത്തിന് വേണ്ടി പോയതാണ്. എന്നിട്ട് ഖബറാളികളെ നോക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഖബറാളികളെ, ഇന്ന് നിങ്ങളുടെ ഗതി എന്താണ്? ഖബറാളികളെ,
ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണ് ഖബറാളികളെ? നിങ്ങളുടെ ഭാര്യമാർ പുതിയ ജീവിതം, അവർ മറ്റൊരുത്തൻ്റെ മണവാട്ടിയായി മാറി. ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവായി അവർ പുതിയ ജീവിതം ആരംഭിച്ചു. നിങ്ങളുടെ ഗതി എന്താണ്? ഖബറിൽ കിടക്കുന്ന മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ഗതി എന്താണ് മക്കളെ? ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ ഓഹരി വെച്ചു. അവർ അവരുടെ ജീവിതം അടിച്ചു പൊളിച്ചാരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഗതി എന്താണ്? ഖബറിൽ കിടക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ഖബറാളികളോട് ചോദിക്കുകയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ സംസാരമെങ്ങാനും ഈ ഖബറാളികൾക്ക് കേൾക്കാനും ഖബറാളികൾക്ക് ഉത്തരം ചെയ്യാനും കഴിയുമായിരുന്നുവെങ്കിൽ അവർ ഇങ്ങനെ മറുപടി പറയുമായിരുന്നു, യാ അലി, യാ അലി. നോക്കൂ നിങ്ങൾ, അലി റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഖബറാളികൾ പറയുമായിരുന്നു, അന്നാ വജദ്നാ ഇന്നാ വജദ്നാ അന്ന ഖൈറസ്സാദി തഖ്വാ. അലിയേ, ദുനിയാവ് വെറും ഒരു കുമിളയാണ്. അലി, ദുനിയാവിലെ ജീവിതം വെറും ഒരു കുമിളയാണ്. ഒരു സൂചിയെടുത്ത് കുത്തിയാൽ പൊട്ടിപ്പോകുമാറ് വളരെ ലാഘവമുള്ളതാണ് ദുനിയാവ്. ആ ദുനിയാവിനേക്കാൾ ഏറെ പ്രാധാന്യം തഖ്വക്കാണ് അലി, ഈമാനിനാണ് അലി. ഖബറിലെ ലോകമെന്നുള്ളത് വല്ലാത്ത ലോകമാണ് അലി എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുമായിരുന്നു. ആ ഖബറാളികൾ മറുപടി പറയുമായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഖബറാളികൾ കേൾക്കില്ല, ഖബറാളികൾ ഉത്തരം പറയൂല. പക്ഷേ ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം അല്ലേ? ഇങ്ങനെ ഒരു യാത്ര നമുക്ക് പോകാനില്ലേ സഹോദരങ്ങളെ? നമുക്ക് പോകാനില്ലേ? ഇത്ബഉൽ മയ്യിത്ത സലാസ. ഒരു മയ്യത്തിനെ 3 കാര്യങ്ങൾ അനുഗമിക്കും. ഒരു മയ്യത്തിനെ 3 കാര്യങ്ങൾ അനുഗമിക്കും. അനുഗമിക്കുന്ന 3 എണ്ണം അഹ്ലുഹു വമാലുഹു വഅമലുഹു. 1 അഹ്ലാണ്, അവൻ്റെ കുടുംബക്കാരാണ്. 2 വമാലുഹു, അവൻ്റെ ധനമാണ്. 3 വഅമലുഹു, അവൻ്റെ അമലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് മുത്തുനബി പറയാണ്, ഫയർജിഉ ഇസ്നാനി, 2 എണ്ണം അവിടെ നിന്ന് മടങ്ങിപ്പോരും. വയബ്ഖാ വാഹിദാ, 1 അവൻ്റെ ഖബറിൽ ബാക്കിയാവുകയും ചെയ്യും. 1 ഖബറിൽ തന്നെ ബാക്കിയാകും, 2 എണ്ണം അവിടെ നിന്ന് തിരിച്ചു പോരും, ഖബറിലേക്ക് പോകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫയർജിഉ, മടങ്ങിപ്പോരുന്ന 2 എണ്ണം അഹ്ലുഹു വമാലുഹു, അവൻ്റെ അഹ്ലും അവൻ്റെ മാലും അവൻ്റെ കുടുംബവും അവൻ്റെ ധനവും അവിടെ നിന്ന് തിരിച്ചു പോരും. നമ്മൾ പിശുക്കി വെച്ച മുതലില്ലേ നമ്മുടെ കൂടെ ഖബറിലേക്ക് വരൂല. ആർക്കും കൊടുക്കാതെ, സക്കാത്തിൻ്റെ വിഹിതം പോലും കണക്ക് കൂട്ടി വീതിച്ച് കൊടുക്കാതെ എടുത്തു വെച്ച മുതൽ, അതൊന്നും നമ്മളെ ഖബറിലേക്ക് വരുന്നില്ല. വാപ്പ മരിച്ചാലൊരു മക്കളും പറയില്ല, എൻ്റെ വാപ്പാൻ്റെ കൂടെ ഞാനും ഖബറിലേക്ക് പോകട്ടെ എന്ന്. ഒരു മകനും ഒരു മകളും, ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു ഉമ്മയും ഒരു വാപ്പയും അവകാശപ്പെടൂല സഹോദരങ്ങളെ. നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്, നാം തയ്യാറാകേണ്ടതുണ്ട്. നാളെ പരലോകത്തേക്ക് വേണ്ടി മരണം വന്നെത്തുന്നതിന് മുമ്പ് ജീവിതത്തെ നാം ഒരുക്കേണ്ടതുണ്ട്. ജീവിതത്തെ നമ്മൾ ഒരുക്കണം, സ്വർഗത്തിന് വേണ്ടി ഒരുക്കണം അല്ലേ? സരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നാ. സാരിഊ, നിങ്ങൾ ധൃതിപ്പെട്ടു വന്നോ, വേഗത്തിൽ നിങ്ങൾ കടന്നു വന്നോ. എങ്ങോട്ടാ വരേണ്ടത്? മഗ്ഫിറത്തൻ മിർ റബ്ബിക്കും വജന്നാ, അള്ളാന്റെ മഗ്ഫിറത്തിലേക്കും അള്ളാന്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വാ. ആ ധൃതി അമലുകളുടെ കാര്യത്തിലുള്ള ധൃതി, സ്വർഗത്തിൻ്റെ കാര്യത്തിലുള്ള ധൃതി നമ്മുടെ ജീവിതത്തിലുണ്ടോ? മരണത്തിന് വേണ്ടി ഒരു ഒരുക്കമൊരുങ്ങാൻ. ഈ നിൽക്കണ നിപ്പിൽ ഞാനും മരിച്ചങ്ങടെ വീണാൽ എൻ്റെ ആഖിറത്തിലേക്ക് വേണ്ടി എന്തുണ്ട് എൻ്റെ കയ്യിൽ? ഖുർആൻ ചോദിച്ചൊരു ചോദ്യമല്ലേ നമ്മളോടൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെട്ട ഒരു വർത്തമാനമില്ലേ ഖുർആനിൻ്റെ? അള്ളാഹു നമ്മളോട് നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കാൻ പറഞ്ഞൊരു വാക്ക്, സൂറത്തുൽ ഹശ്റിൻ്റെ വാചകം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ.
വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് നേടിയെടുത്തിട്ടുള്ളത് എന്ന് നിങ്ങളുടെ ഖബറിലേക്ക് വേണ്ടി, ആഖിറത്തിലേക്ക് വേണ്ടി എന്താ നിങ്ങൾ നേടിയിട്ടുള്ളത് നിങ്ങളെ ഖൽബിനോട് ചോദിക്കുക, മനസ്സിനോട് ചോദിക്കുക. നമുക്കെന്താ പറയാനുള്ളത് സുഹൃത്തുക്കളെ? നമുക്കെന്താ പറയാനുള്ളത്? ഒരു അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് വന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂൽ എനിക്ക് മുസ്ലിം ആകണം. അള്ളാഹുവിൻ്റെ റസൂൽ കൈപിടിച്ചു, ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു, മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം റസൂലിനോട് പറഞ്ഞു, റസൂലെ എനിക്ക് ഹിജറ ചെയ്യണം, അള്ളാഹിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്യണം, ഞാനുണ്ട്. പലായനത്തിന് വേണ്ടി പുറപ്പെട്ടു വന്നു. സ്വഹാബത്തിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജറക്ക് വേണ്ടി പോവുകയാണ്. അങ്ങനെ പോയിട്ട് പിന്നീട് ഒരു യുദ്ധത്തിലേക്കുള്ളൊരു ചാൻസ് കിട്ടുന്നു ഈ സ്വഹാബിക്ക്. ബദവികളിൽപ്പെട്ട ആളായിരുന്നു, അറാബികളിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് അദ്ദേഹം മുസ്ലിമായി. നോക്കൂ നിങ്ങൾ, മുശ്രിക്കുകളിൽപ്പെട്ട ഒരു വ്യക്തി പിന്നീട് മുസ്ലിമായി മാറിയിട്ട് പലായനം ചെയ്യുകയാണ്, ഹിജറ ചെയ്യുകയാണ്. അതും കഴിഞ്ഞൊരു യുദ്ധഭൂമിയിലേക്ക് വരാനുള്ള ചാൻസ് കിട്ടുമ്പോൾ ആ യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പങ്കെടുത്ത യുദ്ധം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഗനീമത്തിൻ്റെ മുതൽ ഇങ്ങനെ വാരിക്കൂട്ടുകയാണ്. സ്വഹാബത്ത് വാരിക്കൂട്ടുകയാണ് ഗനീമത്തിൻ്റെ സ്വത്തുക്കളൊക്കെ. യുദ്ധാർജിത മുതലിനെ കിട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് റസൂൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, വിഹിതിച്ചു കൊടുക്കുകയാണ്. റസൂൽ ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ വിഹിതങ്ങൾ ഇങ്ങനെ കൊടുക്കുക. അറാബിയുടെ കയ്യിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിക്കുള്ളത് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അറാബി സദസ്സിലില്ല. അന്ന് ഇസ്ലാം സ്വീകരിച്ച മനുഷ്യൻ സദസ്സിലില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒട്ടകങ്ങളെയും അതേപോലെ കുതിരകളെയും യുദ്ധത്തിന് വേണ്ടി വന്ന യാത്രാ മൃഗങ്ങളെ മേക്കാൻ വേണ്ടി പോയതാണ്, മേക്കാൻ വേണ്ടി അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയതാണ്. ആ മനുഷ്യൻ തിരിച്ചു വരുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ ഇത് ഓഹരി വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഹരി എടുത്തിട്ട് ആ മനുഷ്യൻ്റെ കയ്യിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്വഹാബത്തിനെ ഏൽപ്പിച്ചു റസൂലുള്ളാഹ്. സ്വഹാബത്തിനെ ഏൽപ്പിക്കാൻ വേണ്ടി, ഈ മനുഷ്യനെ ഏൽപ്പിക്കാൻ വേണ്ടി സ്വഹാബത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അറാബിയായ മനുഷ്യൻ മൃഗങ്ങളൊക്കെ മേച്ച് കഴിഞ്ഞിട്ട് സ്വഹാബത്തിൻ്റെ മുന്നിൽ വന്നപ്പോൾ ഈ മുതലെടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതിങ്ങനെ വാങ്ങിയിട്ട് ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഇതെന്താ? അത് ഗനീമത്തിൻ്റെ മുതലാണ്, ഗനീമത്തിൻ്റെ സ്വത്താണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ മനുഷ്യൻ ഈ ഗനീമത്തിൻ്റെ സ്വത്തുമായി റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിയിട്ട് ചോദിച്ചു, നബിയേ ഇതെന്താ നബിയേ? അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് ഗനീമത്താണ്, നിനക്ക് അവകാശപ്പെട്ട നിന്റെ മുതലാണ്, യുദ്ധാർജിത മുതലാണത്, നിനക്ക് അവകാശപ്പെട്ടതാണ്, നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഈ അറാബിയായ മനുഷ്യൻ്റെ രണ്ട് കണ്ണുകളിലൂടെയും കണ്ണുനീരുകൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു. റസൂലിനോട് പറയാണ്, നബിയേ ഇത്തരം മുതലുകൾക്ക് വേണ്ടിയല്ല നബിയേ ഞാൻ മുസ്ലിമായത്, ഇതിനു വേണ്ടിയല്ല റസൂലേ ഞാൻ മുസ്ലിമായത്, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം നബിയേ, എനിക്ക് ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം നബിയേ. ഈ സ്വഹാബി പറയുന്ന വാചകം കാണാം, എൻ്റെ കഴുത്തിതാ നബിയേ, ഈ ചങ്കിൻ്റെ ഭാഗത്ത് ഒരമ്പ് വന്ന് തറക്കണം, ഈ ചങ്കിൻ്റെ ഭാഗത്ത് ഒരമ്പ് വന്ന് തറക്കണം, എന്നിട്ട് ഞാൻ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം നബിയേ എന്ന് ഈ സ്വഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ റസൂൽ പറയാണ്, അത് നിന്റെ മുതലാണ്, നീ എടുത്തോ. പക്ഷേ നിന്റെ കൽബിൽ ഇങ്ങനൊരാഗ്രഹം ഉണ്ടെങ്കിൽ, ഇങ്ങനൊരാഗ്രഹം, കഴുത്തിലേക്കൊരമ്പ് വന്ന് തറച്ചിട്ട് നിലത്ത് വീണിട്ട് ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നീ അള്ളാഹിൻ്റെ കാര്യത്തിൽ നീ സത്യസന്ധത കാണിച്ചാൽ നിൻ്റെ കാര്യത്തിൽ അള്ളാഹു സത്യസന്ധത കാണിക്കും. അള്ളാഹിൻ്റെ കാര്യത്തിലുള്ള സത്യസന്ധത എന്നുള്ളത് വിശ്വാസ രംഗത്തുള്ള സത്യസന്ധതയാണ്, ദീനിൻ്റെ രംഗത്തുള്ള സത്യസന്ധതയാണ്, അമലുകളുടെ കാര്യത്തിലുള്ള സത്യസന്ധതയാണ്. അതിലൊക്കെ നമുക്കൊരു സത്യസന്ധതയുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ അള്ളാഹു സത്യസന്ധത കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥനയോടെ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി.
സഹോദരങ്ങളെ, പിന്നീട് നടന്ന യുദ്ധഭൂമിയിലെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഒരു യുദ്ധത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് 4 സ്വഹാബികൾ ചേർന്ന് ഈ മനുഷ്യനെയും ഒരു മനുഷ്യനെയും ചുമന്നിട്ട് റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് സ്വഹാബത്ത്. അത് ഈ മനുഷ്യനായിരുന്ന അറാബിയാണ്. റസൂലുള്ളാഹിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ കഴുത്തിൻ്റെ നേരെ ഒരു ദ്വാരം കാണുന്നു. റസൂലുള്ളാഹ് ചങ്കിലേക്ക് അമ്പ് വന്ന് തറച്ചതിൻ്റെ പാട് കണ്ടപ്പോൾ റസൂല് ചോദിച്ചു, ഇതാ വ്യക്തിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറയാണ്, അതേ നബിയെ, അന്ന് നിങ്ങളോട് ആഗ്രഹം പ്രകടിപ്പിച്ച വ്യക്തിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞൊരു വാക്ക് കാണാം, സ്വഹാബികളെ, ഈ മനുഷ്യൻ അള്ളാഹിൻ്റെ കാര്യത്തിൽ സത്യസന്ധത കാണിച്ചപ്പോൾ അള്ളാഹു ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും സത്യസന്ധത കാണിച്ചു. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും സത്യസന്ധത കാണിച്ചു. നോക്കി നിങ്ങൾ, നമ്മുടെ ഇബാദത്തുകളിലൊക്കെ സത്യസന്ധത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഖൽബിനോട് ചോദിക്കണം. സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുന്നിടത്ത് സത്യസന്ധമായിട്ടാണോ എന്നൊരു ചോദ്യം അല്ലേ? എന്നിട്ട് ഈ മനുഷ്യൻ്റെ മയ്യത്തിനെ കൊണ്ടുവന്നിട്ട് ജനാസ നമസ്കാരത്തിന് വേണ്ടി നിർത്തുന്ന നേരം, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നമസ്കാരത്തിന് വേണ്ടി കയറി നിന്നിട്ട് റസൂൽ ഈ മനുഷ്യൻ്റെ മുന്നിൽ നിന്ന് ജനാസ നിസ്കാരത്തിന് വേണ്ടി കയറി നിന്നിട്ട് റസൂലുള്ള പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ഹാദാ അബ്ദുക, പടച്ചോനെ, ഈ മനുഷ്യൻ നിന്റെ അടിമയല്ലേ റബ്ബേ, നിന്റെ അടിയാനാണ് റബ്ബേ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ അടിമയാണ് റബ്ബേ. മാത്രമല്ല ഖറജ മുഹാജിറൻ ഫീ സബീലില്ലാഹ്, ഇദ്ദേഹം റബ്ബേ നിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്ത മനുഷ്യനാണു നാദാ, വഖുതില ഷഹീദാ, അദ്ദേഹം കൊല്ലപ്പെട്ടത് രക്തസാക്ഷിയായിട്ടാണ്, ഷഹീദായിട്ടാണ് അദ്ദേഹം ഭൂമിയോട് യാത്രയാകുന്നത്. മാത്രമല്ല, എന്നിട്ട് റസൂലുള്ള പറയാണ്, അന ഷഹീദുൻ അലാ ദാലിക്, അന ഷഹീദുൻ അലാ ദാലിക്, അന ഷഹീദുൻ അലാ ദാലിക്, ഈ മനുഷ്യന്റെ രക്തസാക്ഷിത്വത്തിന് ഞാൻ സാക്ഷിയാണല്ലാ, ഞാൻ സാക്ഷിയാണ് റബ്ബേ, ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ഒരു ഭാഗം നമുക്ക് കാണാം. സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് വേണ്ടി ഒരുങ്ങാണ് സ്വഹാബത്ത് ചെയ്തത്, റെഡിയാവാണ് ചെയ്തത്, ഒരു കാട്ടിക്കൂട്ടലല്ല. ഖൽബ് കൊണ്ടവർ ഒരുങ്ങി, സ്വർഗത്തിന് വേണ്ടി അവർ ഒരുങ്ങി. മൗലിഉ സൗത്തിൻ ഫിൽ ജന്ന, മൗലിഉ സൗത്തിൻ ഫിൽ ജന്ന, ആരെങ്കിലും സ്വർഗത്തിലേക്ക് ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം ഒരാൾ നേടിയെടുത്താൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവ് മുഴുവനും അയാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് സ്വർഗത്തിലൊരു വടി വെക്കാനുള്ള സ്ഥലം, ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഇതേ ഹദീസിനെ റസൂലുള്ള മറ്റൊരു ശൈലിയിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. മൗലിഉ ഖദമിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു കാല് വെക്കാനുള്ള സ്ഥലം നിങ്ങൾ നേടിയെടുത്താൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഒരു കാലിങ്ങനെ കയറ്റി വെക്കാനുള്ള ഒരു സ്ഥലം അല്ലേ? അതിനുവേണ്ടി സുഹൃത്തുക്കളെ നമ്മൾ എന്താ ചെയ്തത്? നമ്മളുടെ അടുത്ത് എന്താ ഉള്ളത്? നമ്മുടെ ഖൽബിനോട് എപ്പോഴും നമ്മൾ വിചാരണ നടത്തണം, മനസ്സിനോട് എപ്പോഴും ചോദിക്കണം. ഈമാനൊക്കെ ഇങ്ങനെ ചുങ്ങി പോകുന്ന സാഹചര്യങ്ങൾ അനുഭവപ്പെടാറില്ലേ നമുക്ക്? ഖൽബിൽ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോകുന്ന പശ്ചാത്തലങ്ങളൊക്കെ അല്ലേ? ഈമാനിനെ എപ്പോഴും ഭദ്രമായി സൂക്ഷിക്കാൻ കഴിയണം. ദീനിൻ്റെ മാർഗത്തിലൊക്കെ കഠിനാധ്വാനം ചെയ്യാൻ നമുക്ക് കഴിയണം. എങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വിഭവമാണ്, സ്വർഗത്തിലേക്കുള്ളൊരു ഒരുങ്ങലാണ്, സ്വർഗത്തിലേക്കുള്ളൊരുങ്ങലാണ്. ഇസ്ലാമിക ചരിത്രങ്ങൾ വിവരിക്കുന്നിടത്ത് കാണാം അല്ലേ? മുതുകത്ത് മാംസങ്ങളില്ലാത്തൊരു സ്വഹാബിയുണ്ട്, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. മുതുകത്ത് മാംസങ്ങളില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കയറി വന്ന് ഒരു ചോദ്യം ചോദിച്ച് ഉമറയിട്ട് സംസാരം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹുവിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മുന്നിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തോളത്തുള്ള ഷാള് താഴെ വീണു. ഖബ്ബാബിൻ്റെ തോളത്തുള്ള ഷാള് താഴെ കുതിർന്ന് വീണു. അന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖബ്ബാബിൻ്റെ മുതുക് കാണുന്നത്. സുബ്ഹാനല്ലാഹ് യാ ഖബ്ബാബ്,
ഖബ്ബാബേ നിന്റെ മുതുകത്ത് എന്താ ഖബ്ബാബേ ഈ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എൻ്റെ പടച്ചോൻ്റെ കോടതിയിൽ എനിക്ക് കാണിക്കാനുള്ള അടയാളാണോ മറേ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇരുമ്പിൻ്റെ കമ്പി പഴുപ്പിച്ചിട്ട് എൻ്റെ യജമാനൻ എൻ്റെ മുതുകത്ത് നിന്ന് മാംസങ്ങൾ പിഴുതെടുത്തതിൻ്റെ അടയാളമാണ് മറേ എൻ്റെ മുതുകത്തെന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന് വേണ്ടി അങ്ങനൊരു ത്യാഗമൊന്നും എനിക്കും ഇങ്ങൾക്കും സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നിടത്ത് നമ്മളൊന്നും ആ രൂപത്തിലുള്ളൊരു ഒരുക്കൊന്നും നടത്തിയിട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. റസൂലുള്ളാഹിൻ്റെ യുദ്ധഭൂമിയിൽ നിന്ന് വരുന്ന സ്വഹാബികളിൽ പലർക്കും ചെവിയില്ലായിരുന്നു അല്ലേ, ചെവിക്ക് അറ്റ് തൂങ്ങിയ ചെവി, മൂക്കിന് വെട്ടുകിട്ടിയ സ്വഹാബത്തുണ്ട് അല്ലേ, കാല് മുറിഞ്ഞുപോയ സ്വഹാബത്തുണ്ട്, കൈ ഇങ്ങനെ വെട്ടിയിട്ട് ഈ കയ്യിൻ്റെ പടം ഇങ്ങോട്ട് വെട്ട് കിട്ടിയിട്ട് ഈ കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, ചെറുവിരലിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. യുദ്ധഭൂമിയിൽ വിശ്രമത്തിൻ്റെ ഗ്യാപ്പ് വരുന്ന സമയത്ത് മാറി നിന്ന് രണ്ടാമത്തെ യുദ്ധത്തിലേക്ക് റസൂല് വിളിക്കുന്ന നേരത്ത് ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബി ഇറങ്ങിച്ചെല്ലാണ്, ഞാനും ഉണ്ട് നബി എന്ന് പറഞ്ഞിട്ട്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന നേരത്ത് ആ കൈ തൂങ്ങി ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തിൽ ഒരു ഡിസ്റ്റർബായി മാറിയ സമയത്ത്, അതൊരു തടസ്സമായി മാറിയ സമയത്ത് കാലിൻ്റെ ചുവട്ടിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് പറിച്ചങ്ങോട്ട് എടുത്തു. എന്നിട്ടൊറ്റ കൈ കൊണ്ട് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയ സ്വഹാബികളുണ്ട് റസൂലുള്ളാഹിൻ്റെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അല്ലേ. അവർ ചോദിച്ചു റസൂലിനോട്, റസൂലേ എന്താ നബിയെ, ശത്രുക്കളുടെ അക്രമം അങ്ങനെ കൂരമ്പുകളെപ്പോലെ വരികയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ, ഒരാശ്വാസമൊന്നുമില്ലേ നബിയെ, പ്രാർത്ഥിക്കണില്ലേ നിങ്ങൾ, അള്ളാഹുവിനോട് എപ്പോഴാണ് നമുക്കൊരു സഹായം കിട്ടുക എന്ന് ചോദിക്കണ ഒരു ചോദ്യമുണ്ട്, സ്വഹാബത്തിൻ്റെ ചോദ്യം. അന്ന് അല്ല ഇറക്കി കൊടുത്തൊരായത്തെ തരങ്ങൾ അറിയോ, പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചില്ലേ, അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ ഫസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഖുർആനിൻ്റെ ചോദ്യ, നിങ്ങൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ കയറിപ്പോ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, മുൻഗാമികളായ ആളുകൾ അനുഭവിച്ച പീഡനത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും അനുഭവങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ കയറിപ്പോകാൻ നിങ്ങൾ കരുതിയിട്ടുണ്ടോ എന്നാ ഖുർആനിൻ്റെ ചോദ്യം. ആരോടാ ഈ ചോദ്യം എന്നറിയോ? മൂക്കറ്റുപോയവരോട്, കാതുകളിൽ മുറിവേറ്റവരോട്, കയ്യറ്റുപോയ സ്വഹാബത്തിനോട് അല്ല ഓതിക്കൊടുത്ത ആയത്താണിത്. വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? മുൻഗാമികൾ അനുഭവിച്ച പീഡനേതാ, അവർ അനുഭവിച്ച ത്യാഗേതാ. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, എന്നിട്ട് ഖുർആൻ പറയാണ് ഫസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. മുൻഗാമികളായ പ്രവാചകന്മാരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പീഡനങ്ങൾ ഇങ്ങനെ വന്നിട്ടേ, ത്യാഗങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് നിൽക്കുന്ന സമയത്ത് ആ ത്യാഗങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിൽ അവർ ചോദിച്ചു പോയി മതാ നസ്റുല്ലാഹ്. ആര്? പ്രവാചകന്മാർ ചോദിച്ചു പോയി എന്നാണ്. എപ്പോഴാണ് അള്ളാൻ്റെ സഹായം ഞങ്ങൾക്ക് വന്നു കിട്ടുക? അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടൊരു ജനത ഉണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞ വാക്ക് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അള്ളാൻ്റെ സഹായം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. പടച്ചോൻ്റെ സഹായം. ഖുർആൻ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് ഇങ്ങോട്ട് പകർന്നു കൊടുത്തു. അതുകൊണ്ട് കൽബിനോട് സുഹൃത്തുക്കളെ നിരന്തരം നമ്മുടെ കൽബിലേക്ക് വേട്ടയാടേണ്ട വാക്കുകൾ. സ്വർഗം എന്ന ലക്ഷ്യത്തിലല്ലാതെ നമ്മൾ ഈ നോമ്പെടുത്തിട്ട് കാര്യമുണ്ടോ? സുഹൃതങ്ങൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇബാദത്ത് ചെയ്തിട്ട് കാര്യമുണ്ടോ? എന്ത് ചെയ്തിട്ടും കാര്യമല്ല അല്ലേ. എല്ലാ ക്ലാസ്സിനും വരണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ 10 റുപ്യ സ്വതക്ക ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു ദാനധർമ്മത്തിലേക്ക് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനൊരു മുഷിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കൊടുക്കണ്ടെന്ന് വെച്ചാൽ മതി അല്ലേ. പക്ഷേ എപ്പോഴും പിറുപിറുത്തുകൊണ്ട് സമ്പത്ത് ചെലവഴിച്ചിട്ട് എന്താ കാര്യം? പിറുപിറുത്തുകൊണ്ട് കുടുംബത്തിനെ പോറ്റിയിട്ട് എന്താ കാര്യം? പിറുപിറുത്തുകൊണ്ട് സഹോദരങ്ങളെ ഇബാദത്തായിട്ട് എന്താ കാര്യം? ഒരു കാര്യമല്ല.